जय कुंज बिहारी जय राधा माधव। जय कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। हरे कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय राधा माधव राधे। जय राधा माधव राधे। जय राधा कुंज बिहारी राधे। जय राधे जय राधे जय राधे जय श्री राधे। जय राधे जय राधे जय राधे जय श्री राधे। जय कृष्णा जय कृष्णा जय कृष्णा जय श्री कृष्ण। जय कृष्णा जय कृष्णा जय कृष्णा जय श्री कृष्ण। जय जय प्रभुपाद 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 जय जय प्रभुपाद। जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद। जय जय गुरुदेव गुरुदेव जय जय गुरुदेव। हरे कृष्णा। श्री राधा माधव की गंधराज श्रीमद् भागवतम भगवद गीता की श्रील प्रभुपाद की जय। ताई गौर പ്രേമാനന്ദേ। ഹരേ കൃഷ്ണ എന്ന് ഭഗവാന്റെയും ഭക്തന്മാരുടെ അനുഗ്രഹത്താൽ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധം 3-ാം അധ്യായം 25-ാമത്തെ ശ്ലോകം നമുക്കിന്നിവിടെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ.
ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യസ്യ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്നാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം ശ്ലോകം 25. ശ്ലോകം വായിക്കാം. അഥ സൗയുഗസന്ധ്യായാം പസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കീർജഗത്പതേ. അഥ സൗയുഗസന്ധ്യായാം പസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കീർജഗത്പതേ. അഥ സൗയുഗസന്ധ്യായാം യസ്യാപ്രായേഷു രാജസോ ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കീർജഗത്പതേ. വാക്കിനർത്ഥം: അഥ അനന്തരം, അസൗ അതേ ഭഗവാൻ, യുഗസന്ധ്യായാം യുഗസന്ധ്യയിൽ, യുഗസംയോജനത്ത്, വ്യാസു കൊള്ളക്കാർ, പ്രായേഷു ഏകദേശം എല്ലാം, രാജസു ആധികാരിക സത്വങ്ങൾ, ജനിത അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ജന്മമെടുക്കും, വിഷ്ണു നാമത്തിൽ, യശസ യശ എന്ന കുടുംബ പേരുള്ള, നാംന നാമത്തിൽ, കൽക്കി ഭഗവത് അവതാരം, ജഗത്പതി സൃഷ്ടികർത്താവ്. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തരം ഇരു യുഗങ്ങളുടെയും സംയോജന കാലഘട്ടത്തിൽ സൃഷ്ടികർത്താവായ ഭഗവാൻ വിഷ്ണു യശന്റെ പുത്രനായി കൽക്കി ഭഗവാൻ അവതരിക്കും. ആ സമയത്ത് ഭൂമിയിലെ ഭരണകർത്താക്കൾ കൊള്ളക്കാരായി അധപ്പതിച്ചിരിക്കും. വിവർത്തനം ഒരിക്കൽ കൂടെ വായിക്കാം. അനന്തരം ഇരു യുഗങ്ങളുടെയും സംയോജന കാലഘട്ടത്തിൽ സൃഷ്ടികർത്താവായ ഭഗവാൻ വിഷ്ണു യശന്റെ പുത്രനായി കൽക്കി ഭഗവാൻ അവതരിക്കും. ആ സമയത്ത് ഭൂമിയിലെ ഭരണകർത്താക്കൾ കൊള്ളക്കാരായി അധപ്പതിച്ചിരിക്കും. ഭാവാർത്ഥം: ഇവിടെ പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരമായി കൽക്കി ഭഗവാൻ ആഗതനാകുമെന്ന് മറ്റൊരു പ്രവചനം നൽകിയിരിക്കുന്നു. ഇരു യുഗങ്ങളുടെയും സംയോജന കാലത്ത്, അതായത് കലിയുഗ അവസാനവും സത്യയുഗ ആരംഭത്തിലും കൽക്കി അവതരിക്കുമെന്ന് പ്രസ്താവിക്കുന്നു. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 ആവർത്തി യുഗങ്ങൾ പഞ്ചാംഗത്തിലെ മാസങ്ങളെ എന്ന പോലെ ആവർത്തിക്കപ്പെടുന്നു. വർത്തമാന കലിയുഗത്തിന്റെ ദൈർഘ്യം 4,32,000 വർഷങ്ങളാണ്. അതിൽ വെറും 5,000 വർഷങ്ങൾ മാത്രമേ കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം, മഹാരാജ പരീക്ഷിത്തിന്റെ ഭരണത്തിനു ശേഷം നാം കടന്നു പോയിട്ടുള്ളൂ. ആകയാൽ 4,27,000 വർഷങ്ങൾ ഇനിയും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ യുഗാവസാനം ശ്രീമദ് ഭാഗവതത്തിൽ മുൻകൂട്ടി പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ കൽക്കി അവതരിക്കും. പണ്ഡിത ബ്രാഹ്മണനായ വിഷ്ണു യശ അദ്ദേഹത്തിന്റെ പിതാവെന്നും ഗ്രാമം ശമ്പള എന്നും സൂചിപ്പിച്ചിരിക്കുന്നു.
മുകളിൽ പ്രസ്താവിച്ച പോലെ എല്ലാ പ്രവചനങ്ങളും കാലക്രമേണ തെളിയും. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാമാണ്യമാണിത്. ഓം തത്സത്. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കി ജയ്. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഈ ശ്ലോകത്തില് വിവരിച്ചിരിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ഭക്തന്മാരെ ക്ഷമിക്കുക. ഭക്തന്മാരുടെ പ്രേരണയാലാണ്, യോഗ്യത ഇല്ലായിരുന്നിട്ട് കൂടിയും ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ മൂന്നാമത്തെ അധ്യായത്തില് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ കൽക്കിയുടെ അവതാരം 22ാമത്തെ അവതാരമായിട്ടാണ് ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്നത്. ഇന്നലെ ശ്രീബുദ്ധന്റെ അവതാരത്തെ കുറിച്ച് നമ്മൾ നോക്കി. ഇന്ന് കലിയുഗത്തില് ഇനി അവതരിക്കാൻ പോകുന്ന കൽക്കിയുടെ അവതാരത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ഉള്ള ക്ലാസ്സുകൾ, ഇപ്പൊ ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ അവതാരങ്ങൾക്ക് ഒരു നിശ്ചിതമായ അളവ് എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഭഗവാൻ ഇഷ്ടംപോലെ അവതാരങ്ങൾ ഭഗവാനുണ്ട്. നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത രീതിയിലാണ് ഭഗവാന്റെ അവതാരങ്ങൾ ഉള്ളത്. അതില് വളരെ കുറച്ച്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അവതാരങ്ങളെ കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ 22ാമത്തെ അവതാരമായിട്ട് വരുന്ന കൽക്കിയെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഈ ശ്ലോകത്തിൽ നോക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടും ശ്രീമദ് ഭാഗവത്തിൽ ഏകദേശം ഒരു 10 അവതാരങ്ങളെ കുറിച്ചും വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. മൊത്തം 32 അവതാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് ഈ ശ്ലോകത്തില് അനന്തരം ഇരു യുഗങ്ങളുടെയും സംയോജന കാലഘട്ടത്തിൽ, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മള് ജീവിച്ചിരിക്കുന്ന യുഗം കലിയുഗമാണ്. ഈ കലിയുഗം കഴിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും സത്യയുഗം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഈ 4 യുഗങ്ങളുണ്ട്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡിവോട്ടീസ് അതിന് മുമ്പ് ക്ലാസ് എടുത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ ഒരു ദിവസം, അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ഒരു രാത്രി, ഒരു പകല്, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആയുസ്, അതനുസരിച്ചിട്ടാണ് ഈ യുഗങ്ങളുടെ മാറ്റം സംഭവിക്കുന്നത്. അതനുസരിച്ച് തന്നെ ഓരോ യുഗ അവസാനവും, അതായത് ഈ 4 യുഗങ്ങളും അവസാനിച്ച് അടുത്ത് വീണ്ടും ഒന്നേന്ന് സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഈ യുഗങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പ്രളയം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത യുഗങ്ങൾ ആരംഭിക്കുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ നോക്കി. ഇനി വരുന്നതിലും കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും, സൃഷ്ടിയെക്കുറിച്ചും മറ്റുള്ള യുഗങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ചും. അപ്പൊ ഇതില് ഈ ശ്ലോകത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ഭഗവാൻ കലിയുഗത്തിന്റെ അവസാന സമയത്ത് വിഷ്ണുയശൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട് ശാംബാള എന്ന് പറയുന്ന ഗ്രാമത്തില്, അതായത് സമ്പൽപൂർ എന്നും പ്രഭുപാദ് ചില ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ അദ്ദേഹം അവതരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കൽക്കിയുടെ, അതായത് ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകത, അതായത് നമ്മുടെ വേദഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രികാലങ്ങളെ കുറിച്ചും അതില് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് നടന്ന സംഭവങ്ങളെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഇനി എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ ഈ കലിയുഗത്തിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അടുത്ത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന അവതാരങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ ഇത് ഓൾറെഡി ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം മുമ്പോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വാമന അവതാരം, നരസിംഹാവതാരം, ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അപ്പൊ അവരൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയ അവതാരങ്ങൾ, നമ്മളുള്ള സമയത്തല്ല, അതിനു മുമ്പ് കഴിഞ്ഞു പോയ അവതാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഭഗവാൻ ഇങ്ങനെ അവതരിച്ചിരുന്നു, ഇന്ന ഭക്തന്മാരെ സംരക്ഷിച്ചു. അപ്പൊ ഭഗവാൻ അവതാരം എടുക്കുന്നതിന്റെ ഏക ലക്ഷ്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്: പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ഭഗവാൻ സാധുക്കളെ സംരക്ഷിക്കുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കുവാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുത്തുകൊണ്ടേയിരിക്കുന്നത്. അത് ഏത് സമയത്തും ഭഗവാന് അവതാരം എടുക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട്. അതനുസരിച്ച് ഭഗവാൻ ഇങ്ങനെ അവതാരം എടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതിൽ ഈ കലിയുഗത്തില് നമ്മുടെ ദശാവതാര കീർത്തനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കലിയുഗ അവസാനത്തെ 10ാമത്തെ അവതാരത്തെ കുറിച്ച് ജയദേവ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. മ്ലേച്ഛ നിവാഹ നിധാനേ കലയസി കരവാളം ധൂമകേതും അവ കിം അപി
കരളം കേശവതൃഥ കൽക്കി ശരീര ജയ ജഗദീശ ഹരേ. അതായത് ഈ അടുത്ത അവതാരം ഭഗവാൻ 22ാമത്തെ അവതാരം കലിയുഗത്തിന്റെ അവസാനത്തില് ഭഗവാൻ ഈ മ്ലേച്ഛ നിവാരണാർത്ഥം, അതായത് കലിയുഗത്തിന്റെ അവസാനം എത്തുന്ന സമയത്ത് ആൾക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ രീതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ മ്ലേച്ഛമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ധർമ്മത്തിന് ഒട്ടും പ്രാധാന്യം ഉണ്ടാവില്ല, ധർമ്മം വളരെ വളരെ ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ധൂമകേതു എന്ന് പറയുന്ന ഒരു വാള്, അതായത് ധൂമകേതു എന്ന് പറയുന്നത് ഒരു വാൽനക്ഷത്രമാണ്. ആ വാൽനക്ഷത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ തിളക്കം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര സ്പീഡാണ് ഭഗവാന്റെ ആ വാളിന് ഉള്ളതെന്നാണ് പറയുന്നത്. അത് നിമിഷം കൊണ്ട് 10,000-കണക്കിന് ആൾക്കാരെ വധിക്കാനുള്ള കപ്പാസിറ്റി ആ വാളിനുണ്ട്. അത് ഭഗവാൻ ഒരു വെള്ള കുതിരയുടെ പുറത്ത്, ആ കുതിരയ്ക്കും വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്, വളരെ സ്പീഡാണ്. ഭഗവാന് വേറെ ഒന്നുമല്ല, ഭഗവാൻ ഇവിടെ ഈ കൽക്കി മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദുഷ്കൃതികളെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു അവതാരത്തിലാണ് ഭഗവാൻ കൽക്കിയായിട്ട് അവതരിച്ച് ഇങ്ങനെ വരുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കലിയുഗത്തിന്റെ പ്രത്യേകത. ശാസ്ത്രങ്ങളിൽ പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന ക്ലാസ്സിൽ തന്നെ ശ്രീമദ് ഭാഗവതം 1:10 ശ്ലോകത്തിൽ നമ്മൾ കലിയുഗത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ നോക്കി. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പ്രായേണ അല്പായുഷ സഭ്യ കലോവസ്മിൻ യുഗേജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യാ ഭുവധൃത. അല്ലയോ ശ്രേഷ്ഠ പണ്ഡിത, കലി പ്രബലനായ ഈ അയോയുഗത്തിൽ, അതായത് കലിയുഗത്തിന്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ അയോയുഗമാണ്. യോഗ്യത ഉള്ള ഒരു യുഗമല്ല. ആ യുഗത്തിലെ മനുഷ്യർ അല്പായുസുകളാണ്, മനുഷ്യരുടെ ആയുസ് വളരെ കുറവാണ്, അവർ നിർഭാഗ്യവാന്മാരാണ്. ഭാഗ്യം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നിർഭാഗ്യം കൊണ്ട് പല പല കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് ഭാഗ്യം വളരെ കുറഞ്ഞ ആൾക്കാരാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് അതായത് ഒരു പഴയ ചൊല്ലുണ്ട്, കൈക്കെത്തി വായിക്കെത്തിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും, പക്ഷെ അവസാന സമയത്ത് നമ്മുടെ നിർഭാഗ്യം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ ആൾക്കാര്, നമുക്ക് സ്പിരിച്വലി തന്നെ നോക്കുകയാണെങ്കിൽ ചിലര് അമ്പലങ്ങളിൽ ദർശനം എടുക്കാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിൽ ദർശനം എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാല് ചിലര് പുണ്യ കുളിക്കാൻ മടി കാണിക്കും. പിന്നെ ചിലര് അമ്പലത്തിനകത്ത് കയറി ദർശനം എടുക്കാൻ മടി കാണിക്കും, അല്ലെങ്കിൽ പ്രദക്ഷിണം ചെയ്യാൻ മടി കാണിക്കും. അതൊക്കെ ആ സ്ഥലത്തെത്തി, പക്ഷെ അവർക്ക് അത് ആ പരമമായ ആ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് അവരുടെ നിർഭാഗ്യം കൊണ്ടാണ് അത് പറ്റാത്തത്. അപ്പൊ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 10ാമത്തെ ഒന്നാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഴക്കാളികളായിരിക്കും. എപ്പോഴും തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. പിന്നെ മടിയന്മാരാണ്, ഒരു കാര്യം ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ സപ്പോസ് ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ചു നേരം ഉഷാറായി ചെയ്യും, പിന്നെയും മടി പിടിക്കും. അത് ഈ കലിയുഗത്തിന്റെ പ്രത്യേകതയായിട്ട് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. പിന്നെ മാർഗഭ്രംശം സംഭവിച്ചവരാണ്. ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, പല പല വഴികൾ ആൾക്കാർ പിന്തുടരും. യഥാർത്ഥ ശാസ്ത്രത്തിന്റെ വഴിയിൽ ആൾക്കാർ പിന്തുടരില്ല. അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. സർവോപരി സദാ ആകുലരുമാണ്. അതായത് വിഷമം എന്ന് പറയുന്ന ആകുലത എപ്പോഴും, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്തായിത്തീരും, എങ്ങനെയാവും എന്നുള്ള രീതിയിൽ മനുഷ്യൻ ഇങ്ങനെ പ്രശ്നത്തിലാണ്. അതായത് ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ഓൾറെഡി പറയുന്നുണ്ട്. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇതില് ഈ കലിയുഗം ഇത്രയും പ്രശ്നം ഉള്ളത് കൊണ്ട് അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻറ്റേജും ഈ കലിയുഗത്തിന് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ സത്യയുഗം നോക്കുകയാണെങ്കിൽ 17,22,28,000 വർഷങ്ങൾ ആണ് ഒരു യുഗത്തിന്റെ കാലയളവ്. ആ സത്യയുഗം നോക്കുകയാണെങ്കിൽ അടുത്ത സത്യയുഗത്തിന് കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ അതിന്ന് കുറഞ്ഞിട്ട് 12,96,000 വർഷം ആണ് ആ യുഗത്തിന്റെ കാലയളവ്. മൂന്നാമത്തെ ദ്വാപരയുഗം വരുമ്പോഴാണെങ്കിൽ 86,04,000 വർഷമാണ് ആ യുഗത്തിന്റെ അളവ്. പക്ഷെ കലിയുഗം നോക്കുകയാണെങ്കിൽ 4,32,000. ഈ 4,32,000 നേരെ ഡബിളാണ് മുകളിലത്തെ യുഗം. അതിനെക്കാട്ടി വീണ്ടും ഒരു കലിയുഗത്തിന്റെ അളവും കൂടെ ചേർത്താണ് അടുത്ത യുഗം. അങ്ങനെയാണ് യുഗത്തിന്റെ ദൈർഘ്യം. ഇപ്പൊ കലിയുഗം നോക്കുകയാണെങ്കിൽ അളവ് വളരെ കുറവാണ്. മാത്രമല്ല കലിയുഗത്തിലെ ആൾക്കാരുടെ ആയുസ് വളരെ കുറവാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 100 വയസ്സ് വരെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, വളരെ വളരെ 50 വയസ്സിൽ മരിക്കുന്നു, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ഗ്യാരണ്ടി ഇല്ല. ജീവിച്ചാ ജീവിച്ചു എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാര്
ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അതായത് ഭയം കൊണ്ട് മരണം മരിക്കും അല്ലെങ്കിൽ മരണഭയം കൊണ്ട് ഇവിടെ ഇപ്പൊ കിട്ടിയ ഒരു മനുഷ്യജന്മം, നമുക്കൊരു ജന്മം കിട്ടി, അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം, നല്ല രീതിയിൽ ജീവിച്ച് നമുക്ക് സുഖിക്കണം എന്നുള്ള രീതിയിൽ തത്രപ്പാടിൽ ഇങ്ങനെ ആൾക്കാർ ഓടി നടക്കുകയാണ്, എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഈ കലിയുഗത്തിന്റെ പ്രത്യേകത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതിന്റെ എല്ലാം തുടക്കം നമുക്ക് ഇപ്പോഴും തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഞാനൊരു ലെക്ചറിൽ കേട്ടു, കലിസന്ധരണ ഉപനിഷത്ത് എന്ന് പറയുന്ന അതിനെ കുറിച്ച് നമ്മുടെ ജയസാഷിപുരം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കലിയുഗത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് നാരദ മഹർഷിയും ബ്രഹ്മദേവനും കൂടെ ചർച്ച ചെയ്ത ആ ഒരു ഗ്രന്ഥമാണ് കലിസന്ധരണ ഉപനിഷത്ത്. അതില് കലിയുഗത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, അതിന്റെ ദോഷങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഒന്നാമത്തെ അതിൽ കുറച്ച് ഒരു 3-4 പോയിന്റ്സ് നമുക്ക് നോക്കാം. അതിൽ ഒരു കാര്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, കലിയുഗത്തിൽ ധർമ്മം എന്ന് പറയുന്ന സാധനത്തിന് ഒട്ടും തന്നെ പ്രാധാന്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറയുന്നതില്ല. ഇപ്പോ ആരെങ്കിലും ധർമ്മം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭ്രാന്തനാക്കി മാറ്റും, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തും, എന്നിട്ട് ആൾക്കാർ അവരുടെ തോന്നിയവാസത്തിൽ ജീവിക്കുന്ന തോന്നിയവാസികളായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാല്, ഈ അമ്പലങ്ങൾ, അതായത് ഭഗവാന്റെ ജ്ഞാനം പറഞ്ഞു കൊടുക്കാനുള്ള സ്ഥലമാണ് ആരാധനാലയങ്ങൾ. അതേതായിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, അവിടെ ഈശ്വരജ്ഞാനം, അതായത് ദൈവത്തിനെ കുറിച്ച്, ഭഗവാനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള സ്ഥലമാണ്. പക്ഷെ ഈ കലിയുഗത്തിൽ അങ്ങോട്ട് പോവുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നാമത്തെ കാര്യം അവിടെ ധർമ്മം ഉണ്ടാവില്ല, അത് വെറും കച്ചവട കേന്ദ്രങ്ങളായി മാറുമെന്നാണ് പറയുന്നത്. കലിയുഗത്തിൽ എല്ലാം ഇപ്പം നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ അമ്പലങ്ങൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെയും ഈ ഭഗവാനെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. വെറുതെ ഒരു ബിസിനസ് കണക്ക്, അതായത് അമ്പലത്തിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിൽ. അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് ഈ കലിയുഗം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഒരിടത്തും ഈ ആത്മജ്ഞാനം, ഭഗവാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്തിമാർഗത്തിൽ പോകുന്ന ആൾക്കാരെ ഭ്രാന്തന്മാരാക്കി ചിത്രീകരിക്കപ്പെടും. അതായത് ആരാണ് ഈ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്, അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, ഒരു അവര് ഇപ്പോഴേ അവർക്ക് മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ. ഇപ്പൊ നമ്മളെ തന്നെ നോർമലി നമ്മൾ തിലക് ധരിക്കുന്നു, നമ്മൾ നാമം ജപിച്ച് റോഡിൽ പോകുന്നു, അല്ലെങ്കിൽ നഗര സങ്കീർത്തനം ചെയ്യുകയാണ്, പിന്നെ വെള്ളയും വസ്ത്രമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ നമ്മളെന്തോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് ആൾക്കാർ കാണുന്നത്. കാരണം അവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ആൾക്കാരെ ഭക്തിയിൽ ആരാണോ വരുന്നത് അവരെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ പുച്ഛിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് കലിയുഗത്തിൻ്റെത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ, ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സാധാരണ നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. കാരണം അടിച്ചുപൊളി എന്ന് ഉദ്ദേശിക്കുന്നത് മത്സ്യമാംസങ്ങളൊക്കെ ആവശ്യത്തിലധികം കഴിക്കുക, മെയിനായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് ട്രിപ്പ് പോവുക, കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്യുക, തല്ലുകൂടുക, ഇതൊക്കെയാണ് ഈ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നു വരുന്നത്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരാള്, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി നാമം ജപിക്കുകയോ അല്ലെങ്കിൽ സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്യുകയോ തിലക് ധരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെ വിചാരിക്കും അവൻ എന്തോ പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആ പയ്യൻ അങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും അവരുടെ തന്നെ ചോദിക്കും, പലരും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതാണ് കൂടുതൽ ഭക്തി, ഇപ്പോഴൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, വയസ്സായ സമയത്ത് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഉപദേശം തരാൻ നമുക്ക് ഈ കലിയുഗത്തിൽ ഒരുപാട് പേരുണ്ട്. എന്തിനാണ് ഉപദേശിക്കുന്നവരെ? ഭഗവാന്റെ മാർഗത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഭഗവാന്റെ ഭക്തി ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ആ ഭക്തി മാർഗത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ഒത്തിരി പേര് ഈ കലിയുഗത്തിലുണ്ടാവും. അത് കലിയുഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ജലക്ഷാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര മായിട്ടുള്ള ജലത്തിന് ക്ഷാമം ഉണ്ടാവും. ഇപ്പം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ജീവജാലങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. വെള്ളമില്ലാതെ നമുക്ക് ചിന്തിക്കാനും പറ്റത്തില്ല. അപ്പോൾ കലിയുഗത്തിൽ അങ്ങോട്ട് പോകുന്നവരും വെള്ളത്തിന് ഭയങ്കരമായ ക്ഷാമം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ഇപ്പോഴും തന്നെ നമുക്ക് കണ്ടു തുടങ്ങി. പല സ്ഥലങ്ങളിലും പണ്ടൊക്കെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം ഇപ്പോഴില്ല. വളരെ കുറച്ച്, ഇപ്പൊ നമ്മൾ കിണർ കുഴിച്ചാൽ കൂടി തന്നെ ശുദ്ധമായ ജലം നമുക്ക് കിട്ടുന്നില്ല. അവിടെ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള വെള്ളം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അത് ഒരു കലിയുഗത്തിന്റെ പ്രത്യേകതയായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ സാധനങ്ങളുടെ വില വർധന എന്ന് പറഞ്ഞാൽ, അപ്പം യഥാർത്ഥത്തിൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. വെള്ളത്തിന്റെ കുറവ് കാരണവും മടിയന്മാരായത് കാരണം ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ജോലി ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ആൾക്കാർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും കൃഷിയും ചെയ്യാറില്ല, ഉള്ളതിനെ വെച്ച് മാക്സിമം ലാഭം ഉണ്ടാക്കുക. അതുമാണ് ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കലിയുഗത്തിന്റെ പ്രത്യേകത, കലിയുഗത്തിലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ രോഗികളായി മാറും. ഭക്ഷണം കഴിക്കാത്തവർ കുറച്ചുകൂടെ മീൻസ് കൺട്രോൾ ചെയ്ത് ആഹാരം കഴിക്കുന്നവർ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. കാരണം കഴിക്കുന്ന മൊത്തം വിഷമാണ്. നമ്മളിപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാം കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. മൊത്തം വിഷം ചേർന്ന ആഹാര സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അത് ഈ കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ആർക്കും കൃഷി ചെയ്യാനോ ഇതിനൊന്നും താല്പര്യവുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടുന്നോ അത് വാങ്ങിച്ച് വയറ് നിറയ്ക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ആ കലിയുഗത്തിന്റെ ഭക്ഷണ രീതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒട്ടും കരുണയില്ലാത്ത ആൾക്കാരാണ് കലിയുഗത്തിലുള്ളത്. അവര് മാക്സിമം മറ്റുള്ള ജീവികളെ കൊന്നു തിന്നുക, അതിനെ ഏതൊക്കെ രീതിയിൽ മാറ്റാൻ പറ്റുമോ, ചുട്ടും കരിച്ചും പൊരിച്ചും ആ രീതിയിൽ എന്തൊക്കെ രീതിയിൽ അവർക്ക് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരും എന്നാണ് കലിയുഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കലിയുഗത്തിൽ ഇങ്ങനെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ, പിന്നെ വീണ്ടും അതിനകത്ത് ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട്. അത് പണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ബന്ധം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ സാമ്പത്തികമായിട്ടുണ്ട്, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയി ആ പണം ഉപയോഗിച്ചായിരിക്കും അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നതെന്നും പറയുന്നു. നമ്മൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ ഈ കലിയുഗത്തിൽ ഇങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട്. പിന്നെ കലിയുഗത്തിലെ ആൾക്കാരുടെ വേഷവിധാനത്തെ കുറിച്ച് ശാസ്ത്രങ്ങൾ പറയുന്നു. ഇപ്പൊ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് വസ്ത്രം ധരിക്കുന്നതിൽ തന്നെ താല്പര്യമില്ല. നമ്മളിപ്പോ അതായത് പണ്ടുള്ള നമ്മൾ ശാസ്ത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലെ എല്ലാ കഥാപാത്രങ്ങളും നോക്കുകയാണെങ്കിലും, നമ്മുടെ ആശ്രമ ജീവിത രീതിയിൽ നോക്കുകയാണെങ്കിലും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും പുരുഷന്മാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ വസ്ത്രം ധരിച്ചിരിക്കുന്നവർക്ക് ഒരു നാണക്കേടുമില്ല, പക്ഷെ കാണുന്ന നമുക്ക് നാണം വരും. ആ രീതിയിലാണ് ആൾക്കാരുടെ വസ്ത്രധാരണം. നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫെമിനിസമായി മാറും, അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളെ നമ്മൾ അവഹേളിക്കുന്നു, സ്ത്രീക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നില്ല എന്നായി മാറും. അങ്ങനത്തെ രീതിയിൽ ആൾക്കാർ, അതും ഈ കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതി ഏറ്റവും വലിയ ഒരു ടൂളാണ് കലിയുഗത്തിന്റെ. അതായത് ചതി ഏത് നിമിഷവും ചതി നമുക്ക് പ്രതീക്ഷിക്കാം. അത് സ്വന്തം ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഈ നാട്ടിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. അതായത് നമുക്ക് തന്നെ ലൈവ് എക്സാമ്പിൾസ് നമുക്ക് കാണാം. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് അമ്മയും മകനും അല്ലെങ്കിൽ മക്കൾ തമ്മിൽ അടി, അമ്മയും അച്ഛനെയും കൊലപ്പെടുത്തുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ചതിയിലൂടെ, അതായത് മൂത്ത ചേട്ടനെ കിട്ടേണ്ടതിനെ അനിയൻ ഏതെങ്കിലും വിധത്തിൽ അമ്മയച്ഛനെയും കൊണ്ട് ഒപ്പിടിപ്പിച്ച് വസ്തുവൊക്കെ മേടിക്കുന്നു, സ്വർണങ്ങൾ കൈക്കലാക്കുന്നു. അങ്ങനെ ചതിയിലൂടെ മാത്രമാണ് ഈ കലിയുഗം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കലിയുഗത്തിന്റെ അവസാനത്തിൽ ഇപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഭാവാർത്ഥത്തില് പറയുന്നുണ്ട്, ഇപ്പൊ ഏകദേശം 5000-ൽ പരം വർഷങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കലിയുഗത്തിൽ തുടങ്ങിയിട്ട്. അത് ഇനിയുണ്ട് 4,32,000 ഉള്ളതില് ഇനി 4,27,000 വർഷങ്ങൾ ഇനിയും ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അവസ്ഥയൊന്നും നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഈ കലിയുഗത്തില് തുടക്കത്തിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങളാണ്. അപ്പോ അവസാനമാകുമ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങളാണ് കലിയുഗത്തിലുള്ളത്. അപ്പൊ അങ്ങനെ ഈ ഇത്രയും അധർമ്മം തഴച്ച് വളരുന്നത് കൊണ്ട് ഭഗവാൻ ഒരു സാധാ മറ്റുള്ള അവതാരങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കരുണാഭാവം, അതായത് ഭക്തന്മാരുടെ അടുത്ത് കുറച്ച് കരുണ രീതിയിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഭക്തന്മാരെ സംരക്ഷിക്കുക, മറ്റു അസുരന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളത് ആണെങ്കിൽ കൂടിയും ഭഗവാന്റെ അവതാരത്തിന് കുറച്ചുകൂടെ ഒരു കരുണാഭാവം ഉണ്ട്. പക്ഷെ കൽക്കി അവതാരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം അത്രയ്ക്ക് ദേഷ്യത്തിലാണ് ഭഗവാൻ വരുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ ദുഷ്കൃതികളെ നിഗ്രഹിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഭഗവാന് ഉള്ളൂ. കാരണം ധർമ്മം എന്ന് പറയുന്നത് ഒട്ടുമില്ല. നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സങ്കീർത്തന പ്രസ്ഥാനം അല്ലെ, ഭഗവാന്റെ ഈ നാമസങ്കീർത്തന പ്രസ്ഥാനം 10,000 വർഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരിടത്തും ഭഗവാന്റെ നാമം ജപിക്കുന്നവരെ കാണാനോ അല്ലെങ്കിൽ ധർമ്മം ഫോളോ ചെയ്ത് ജീവിക്കുന്നവരെ കാണാനോ അമ്പലങ്ങളോ അല്ലെങ്കിൽ പുണ്യനദികളോ ഒന്നും ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ സംശയമാണ്. ഇതെല്ലാം തിരിച്ചു പോകുന്ന പറയുന്നത്. ഗംഗാദേവി, തുളസി ദേവി ഉണ്ടാവില്ല, ഇത് തിരിച്ചു പോകുന്ന പറയുന്നത്. അപ്പോ അത്രയ്ക്കും പ്രശ്നങ്ങൾ നിറഞ്ഞ യുഗമാണ് കലിയുഗം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കൂടി നമുക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗം തരുന്ന കുറച്ചുപേരാണ് സാധുക്കൾ എന്ന് പറയുന്നത്. കലിയുഗത്തില് ആരാണോ ഈ കലിയുടെ കൽമഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളവര് ഭക്തിമാർഗത്തില്, അതായത് ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന വളരെ കുറച്ചു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതില് ശ്രീല പ്രഭുപാദിന്റെയും ഗുരുക്കന്മാരുടെയും കൃപ കൊണ്ട് അനുഗ്രഹം കിട്ടിയ കുറച്ചു പേരാണ് നമ്മളെല്ലാവരും. നമുക്ക് എങ്ങനെയോ ഭഗവാന്റെ നാമസങ്കീർത്തന പ്രസ്ഥാനത്തിൽ ഒരു അംഗമാകാനും ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കലിയുഗത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും
കൂടുതലാണ്. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കലിയുഗത്തിന് ആയുസ് വളരെ കുറവാണ്, അതുപോലെ തന്നെ ദൈർഘ്യവും വളരെ കുറവാണ്. അപ്പൊ അതിൽ കലിയുഗത്തിൽ രക്ഷപ്പെടാനുള്ള കുറച്ച് മാർഗങ്ങളുണ്ട്. പിന്നെ ഈ കലിയുഗത്തിന്റെ ഇത് കുറിച്ച് ശ്രീമദ് ഭാഗവതത്തില് 12ാമത്തെ സ്കന്ധത്തില് 2ാമത്തെ അധ്യായത്തിൽ കലിയുഗത്തിനെ കുറിച്ച് വർണ്ണനയുണ്ട്. അതിൽ 16ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ കലിയുഗത്തിനെ കുറിച്ച് ആ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. 12ാം സ്കന്ധം 2ാം അധ്യായം 16ാമത്തെ ശ്ലോകത്തിൽ. അതിൽ 1-2 പോയിന്റ്സ് ഞാൻ വായിക്കാം. കലിയുഗം അവസാനിക്കുമ്പോഴേക്കും എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിന്റെ വലിപ്പം വളരെ കുറവായിരിക്കും. അതായത് കുള്ളന്മാരായിരിക്കും കൂടുതൽ എന്നുള്ളത്. അത് ഇപ്പോഴും തന്നെ നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിൽ നല്ല പൊക്കമുള്ള ആൾക്കാരും മറ്റുള്ള യുഗം ശ്രീരാം ഭഗവാനൊക്കെ നല്ല പൊക്കമുള്ള ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഭഗവാന്റെ പൊക്കത്തെ കുറിച്ച്. പക്ഷെ കലിയുഗത്തിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാരുടെ പൊക്കം വളരെ കുറവാണ്. ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ ആൾക്കാരുടെ പൊക്കം വളരെ കുറവാണ്. അപ്പൊ ഞാൻ കലിയുഗത്തിൽ അവസാനമാകുമ്പോൾ വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കും കലിയുഗത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. പിന്നെ വർണ്ണാശ്രമം പിന്തുടരുന്നവരുടെ മതപരമായ തത്വങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് വർണ്ണാശ്രമം എന്ന് പറയുന്ന ധർമ്മമേ അവിടെ ഉണ്ടാവില്ല. മതപരമായ ഒരു കാര്യങ്ങളും ആരും ഫോളോ ചെയ്യുന്നവർ ഉണ്ടാവില്ല. കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരും ഇല്ല, ശാസ്ത്രങ്ങൾ ആരും വകവയ്ക്കത്തില്ല. അത് ഫുൾ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ വേദങ്ങളുടെ പാത പൂർണ്ണമായും വിസ്മരിക്കപ്പെടും. വേദങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കും. പിന്നെ ആൾദൈവങ്ങൾ, അതായത് ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. അതൊക്കെ നമുക്ക് ഇപ്പോഴും തന്നെ നോക്കുമ്പോൾ ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾസ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേടി വരാൻ ചാൻസ് കൂടുതലാണ് കലിയുഗത്തിനെ കുറിച്ച്. ഇപ്പൊ തന്നെ ഈ 5000 വർഷങ്ങളായപ്പോൾ തന്നെ ഈ അവസ്ഥയെങ്കിൽ ഭഗവാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദോഷങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് മഹാഗുണങ്ങളുണ്ട്. ഇനി അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ഈ കലിയുഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് ഇപ്പൊ ഈ കലിയുഗം അപ്പൊ നമ്മൾ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ തപസ്സുകൾ കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തി ബ്രഹ്മസായുജ്യം, അതായത് ഭഗവാൻ ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. യജ്ഞങ്ങൾ ചെയ്യുമായിരുന്നു, പിന്നെ വിഗ്രഹാരാധനകൾ ചെയ്യുന്നത് പോകുമായിരുന്നു. അപ്പൊ കലിയുഗത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കലിയുഗത്തിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലവും നാസ്തേവ ഗതിരന്യത. കലിയുഗത്തിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ള ഒരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കലിയുടെ കന്മഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവാന്റെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ കലിയുടെ കന്മഷത്തിൽ നിന്ന് നമുക്ക് മാറാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും കിട്ടും. കാരണം ഈ കലിയുഗം വളരെ ദോഷങ്ങളാണ്. അത് ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് ഒരു ശ്ലോകമുണ്ട്. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, കലോ ദോഷി നിധിരാജൻ അസ്തി ഏകാൻ മഹാത്മ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗം പരമ്പതി. കലിയുഗം ദോഷങ്ങൾ നിറഞ്ഞതാണ്, അതിന് ഒരു സംശയമില്ല. പക്ഷേ ആ യുഗത്തിലും ഒരു വലിയ ഗുണമുണ്ടെന്ന് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭഗവാന്റെ നാമം ജപിക്കുന്നത്. കീർത്തനായേവ കൃഷ്ണസ്യ മുക്തസംഗം പരമ്പതി. നമ്മൾ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുകയും ഭഗവാന്റെ ദിവ്യമായ സേവനം നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കീർത്തനായേവ കൃഷ്ണസ്യ, ഭഗവാന്റെ കീർത്തനം ചെയ്യുന്നത് കൊണ്ട്, ഭഗവാന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് മുക്തി ലഭിക്കുമെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ഇത്രയും പ്രശ്നമായ യുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊക്കെ ഭാഗ്യവാന്മാരെന്ന് വേണം പറയാൻ. അതായത് കലിയുഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ശരീരം കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൽ കൽക്കിയുടെ വെട്ടുകൊണ്ട് ഒതുങ്ങണോ അതോ അതിനു മുമ്പ് ഭഗവത്ധാമത്തിലേക്ക് പോകണം എന്നുള്ള ചോയ്സ് നമ്മുടെ കയ്യിലാണ്. കാരണം നമുക്ക് ഇത്രയും നല്ലൊരു ഗുരുപരമ്പരയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഭഗവാന്റെ ധാമത്തിന്റെ മഹാത്മ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മള് ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മതി. ശ്രീല പ്രഭുപാദ് പറയാറുണ്ട്, ഇതൊരു കപ്പലാണ്. ഈ കപ്പലിനകത്ത് ആരുണ്ടോ ഇവർ തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തും. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം. നമ്മൾ ഇനി കുത്തിയിരുന്ന് തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുതുതായിട്ട് ഗ്രന്ഥങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി പുതിയ ഒരു അമ്പലം പണിഞ്ഞ് നമ്മുടെ രീതിയിൽ ഭഗവാനെ ഉപാസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ മുടങ്ങാതെ ഹരിയുടെ നാമം ജപിക്കുകയും നമ്മുടെ ആചാര്യന്മാരെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വഴി നമ്മൾ പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രം
ഈ സങ്കീർത്തന പ്രസ്ഥാനം നമ്മളെ തീർച്ചയായിട്ടും ഈ കലിയുഗത്തിന്റെ കന്മഷത്തിൽ നിന്ന് ഉയർത്തി ഭഗവത്ധാമത്തിലേക്ക് നമ്മൾ എത്തിക്കും. അതിന് ഒരു സംശയവും വേണ്ട. അപ്പോ ഈ നമ്മുടെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രങ്ങളുടെ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞു. അതായത് നടന്നിരുന്ന സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രം ഒരിക്കലും തെറ്റത്തില്ല. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കുന്നുണ്ട്. നമ്മുടെ ചൈതന്യ മഹാപ്രഭു 520 വർഷങ്ങൾക്ക് മുമ്പ് അവതരിക്കും എന്നുള്ളത് ശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പശ്ചിമ ബംഗാളില് നവദ്വീപ് എന്ന ഗ്രാമത്തില് ഭഗവാൻ സ്വർണ്ണവർണ്ണത്തില് ഭഗവാൻ അവതരിക്കുമെന്ന് പറഞ്ഞു, രാധാകൃഷ്ണ സ്വരൂപനായിട്ട്. അത് രാധാദേവിയുടെയും കൃഷ്ണന്റെയും ചേർന്നിട്ടുള്ള അവതാരം, കരുണാവതാരമായിട്ട് ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. അതും ഈ യുഗത്തിൽ തന്നെയാണ്. അങ്ങനെ ഭഗവാൻ അവതരിക്കുകയും ഈ കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഹരിനാമ ജപമാണ്. ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ഭക്തരൂപത്തിൽ അവതരിച്ചതാണ് ഭഗവാൻ. വളരെ കുറഞ്ഞ കാലയളവിൽ ഭഗവാൻ എല്ലാ സ്ഥലങ്ങളിലും സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുകയും എല്ലാ ജീവാത്മാക്കൾക്കും അദ്ദേഹത്തിന്റെ കാരുണ്യം നൽകുകയും ചെയ്ത ഒരു അവതാരമായിരുന്നു. കരുണാവതാരമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്കും ഇവിടെ അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ജനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം എന്ന് പറയുന്നതാണ് മനുഷ്യജന്മം. അത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താവുന്നുള്ളതിന് നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മഫലം അനുസരിച്ചിട്ടാണ് നമുക്ക് ഇനി അടുത്ത ശരീരം കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ശരീരത്തിൽ നമുക്ക് എങ്ങനെ ഭക്തി പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് എങ്ങനെ ആത്മസംതൃപ്തി അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഹരിനാമം ജപിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ഉപാസിക്കുകയും നമ്മൾ നാമം ജപിക്കുകയും ഭഗവാന്റെ പ്രേമഭക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തും ഭക്തന്മാരുടെ അടുത്തും പ്രാർത്ഥിക്കുകയും ഭഗവാനെ സേവിക്കുകയും ചെയ്യുന്നതിലൂടി നമുക്ക് ഈ കലിയുടെ കന്മഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും തെറ്റില്ല. അത് ആധികാരികമായിട്ട് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഭക്തിയുടെ ബേസ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിച്ച് ഗുരുവിനും ഭക്തന്മാർക്കും നമ്മൾ സറണ്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കലിയുഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. കൽക്കിയുടെ വാളിനെ പണി കുറച്ച് കുറയും. നമ്മൾ കുറച്ചു പേർക്കെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി കഴിയും. അപ്പൊ അതുകൊണ്ട് ദയവായി എല്ലാ പേരും നിത്യം ഭാഗവത സേവ തുടരുക, ഹരിനാമം ജപിക്കുക. എപ്പോഴൊക്കെ നമുക്ക് സത്സംഗം അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടുമോ ആ സമയത്തൊക്കെ സത്സംഗം അറ്റൻഡ് ചെയ്യുക, ഭഗവാനെ സേവിക്കുക. നമ്മളെ ഏത് രീതിയിൽ നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നെ കൊണ്ട് ഈ രീതിയിൽ എനിക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റും. അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഭഗവാനെ സേവിച്ചുകൊണ്ടേയിരിക്കുക. അത് നിത്യം ആണ്. നിത്യം ഭാഗവത സേവ പോലെ നമ്മൾ നിത്യം ഭാഗവതം പഠിക്കുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും നിത്യം നമ്മൾ നാമം ജപിക്കുകയും നിത്യം ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ അമ്പലത്തിൽ വന്ന് സേവ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഭഗവാനെ സേവിക്കാനും ഇതനുസരിച്ച് ജീവിക്കണം എന്നൊരു ആഗ്രഹം നമ്മൾ മനസ്സിലെടുക്കുക. പിന്നെ ഈ കലിയുഗത്തില് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, നമുക്ക് അങ്ങനെ ചെയ്യണം, മംഗളാരതിക്ക് എണീക്കണം. അതായത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് മടി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ ചെയ്താൽ ഇപ്പൊ മംഗളാരതിക്ക് എണീക്കണം എന്ന ആഗ്രഹം, ഞാൻ നാളെ മംഗളാരതിക്ക് ഉറപ്പായിട്ടും എണീക്കും, 4:30 ഭഗവാനെ ഉണർത്തിയ ഉടനെയുള്ള ആരതിയാണ് മംഗളാരതി. അപ്പൊ അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. തലേ ദിവസം സെറ്റപ്പ് വേണമെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും മംഗളാരതിക്ക് എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ണു തുറന്നു നോക്കുമ്പോൾ 7 മണി ആയിട്ടുണ്ടാവാം. അതാണ് ഒരു കലിയുഗത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പൊ അതിന് നമ്മൾ പൂർണ്ണമായും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. വൈഷ്ണവരുടെയും ഭഗവാന്റെയും കൃപ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഭക്തിയിൽ ഉയരാൻ വേണ്ടി കഴിയുകയില്ല. അപ്പൊ അത് നമ്മൾ അപരാധ വിമുക്തമായിട്ട് നാമം ജപിക്കുന്നതിലൂടെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവും. ആധ്യാത്മിക പുരോഗതിയിൽ നമുക്ക് പുരോഗതി ഇല്ല, ഞാൻ ഭക്തിയിൽ പുരോഗതിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്നത് അപരാധത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഡിവോഷണൽ സർവീസ് ചെയ്യുന്നത്. എന്നാണോ ആ അപരാധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നത്, അപ്പോഴേ നമുക്ക് നാമജപത്തിലെ രുചി ഉണ്ടാവുള്ളൂ, ശ്രീമദ് ഭാഗവത്തിലെ രുചി ഉണ്ടാവുള്ളൂ, ഡിവോഷണൽ സർവീസിൽ നമുക്ക് രുചി ഉണ്ടാവും. ഈ കാര്യങ്ങൾ നമുക്ക് രുചി വേണമെങ്കിൽ നമുക്ക് അപരാധം ചെയ്യാതെ, അതായത് അപരാധം ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരെ നമ്മൾ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. നമ്മുടെ കണ്ണിൽ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, ഗസ് ചെയ്യാൻ പാടില്ല ഭഗവാന്മാരെ. അതായത് ബദ്ധാത്മാവിന് 4 പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് മായയ്ക്ക് വശങ്കതരാണ്. മായ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മായയ്ക്ക് അടിമപ്പെട്ടു പോകും. അത് ബദ്ധാത്മാവിന്റെ പ്രശ്നമാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ തെറ്റുപറ്റും, നമുക്ക് ഉറപ്പായിട്ടും തെറ്റുപറ്റും, അതിന് ഒരു സംശയം വേണ്ട. കാരണം നമ്മൾ ബദ്ധാത്മാവാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർണമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പൂർണ്ണതയില്ല, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെ വെച്ച് നമുക്കൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ അപൂർണതയുള്ള ഇന്ദ്രിയങ്ങളെ വെച്ച് നമ്മൾ ആരെ അളക്കാതിരിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ആയിരിക്കത്തില്ല ഒരിക്കലും.
അതായത് പല കഥകളും നമ്മൾ ശാസ്ത്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മൾ മാനസികമായിട്ട് പോലും നമ്മളൊരു ഒരാളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, തെറ്റായി ചിന്തിച്ചു, മേ ബി ചിലപ്പോൾ അവർ ഏത് ഭാവത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ മൂഡ് എന്താണ്, അവർ ഏത് രീതിയിലാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പം നമ്മുടെ മഹാരാജ് എപ്പോഴും പറയാറുണ്ട്, അത് നൺ ഓഫ് യുവർ ബിസിനസ്, നമ്മുടെ ബിസിനസ്സേ അല്ല അവരെന്ത് ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ബിസിനസ്സേ അല്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പൊക്കോളുക. നീ നീ എന്ത് ചെയ്യുന്നു, നീ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, 2 സെക്കൻഡിൽ നമുക്ക് പറഞ്ഞു തരാം. പക്ഷെ പ്രാക്ടിക്കലി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. അപ്പൊ അപരാധം ചെയ്യാതെ നാമം ജപിക്കുക, അല്ലെങ്കിൽ അപരാധം ചെയ്യാതെ ഡിവോഷണൽ സർവീസ് ചെയ്യുക. നമ്മൾ പല രീതിയിലും നമ്മൾ ഭക്തന്മാരെ ഹട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് നാമം ജപിക്കാം, 16 മാല മുടങ്ങാതെ ജപിക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലർക്ക് മംഗളാരതിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചിലർക്ക് ഡിവോഷണൽ സർവീസിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഈ അപരാധത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അപ്പൊ അതിന് എല്ലാ ഭക്തന്മാരുടെ അടുത്തും നമ്മൾ പ്രാർത്ഥിക്കുക, അപരാധം ചെയ്യാതിരിക്കുക. എങ്കിൽ നമുക്ക് ഈ കലിയുഗത്തിന്റെ കന്മഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാം. ഈ പറഞ്ഞതുപോലെ കലിയുഗത്തില് നമുക്ക് ഈ യുഗത്തിൽ നിന്നും വേഗം നമുക്ക് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റും. ഹരേ കൃഷ്ണ. ഇതാണ് എന്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്തത്. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തന്മാർ ദയവായി ക്ഷമിക്കുക. ഏതെങ്കിലും ഭക്തന്മാർക്ക് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കി. അപ്പൊ ചില സീനിയർ ഡിവോട്ടീസിന്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കാം, ചിലർ ഇങ്ങനെ ഒരുമാതിരി മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. അതെന്ത് നമുക്കെപ്പോഴും നമ്മൾ എത്രയൊക്കെ ജപിച്ചു ഉയർന്ന് എന്നാലും നമുക്കത് മനസ്സിനങ്ങ് ഹർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുകയും ചെയ്യും. ഓക്കെ. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഡിവോഷണൽ സർവീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ നമ്മളെ ഡിവോട്ടീസ് ഹട്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ വിചാരിക്കും, നമ്മളിങ്ങനെ സേവ ചെയ്തോ, ഇത്രയും ഭഗവാന്റെ സേവ ചെയ്തിട്ട് നമുക്ക് ഇതാണല്ലോ ഭഗവാനെ എന്നുള്ളൊരു ചിന്തിക്കുന്നത്. അപ്പൊ ഇത് പല പ്രാവശ്യം നമ്മൾ ദേവനന്ദ പ്രഭുവിന്റെ അടുത്ത് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പ്രഭുവിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പ്രഭു നമ്മൾ സർവീസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കൂലി ഇതാണ്, പിന്നെ എന്തിനു പ്രഭു നമ്മൾ ഇത് ചെയ്യുന്ന രീതിയിൽ ഞാൻ വൈഷ്ണവ സേവ പ്രഭുവിന്റെ അടുത്തും ദേവനന്ദ പ്രഭുവിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ദേവനന്ദ പ്രഭു എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒരിക്കലും അത് ഒരു വിഷമമായിട്ട് എടുക്കണ്ട. മേ ബി നമ്മുടെ വശത്തായിരിക്കും ശരി നമ്മുടെ വശത്ത് തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു ഡിവോട്ടി നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പ്യൂരിറ്റി കുറവ്, നമ്മുടെ പരിശുദ്ധി കുറവ്, അല്ലെങ്കിൽ നമ്മൾ ഇനിയും കുറച്ചുകൂടെ ഉയരാനുണ്ട്, അത് എന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ ഒരു കർമ്മി വന്ന് നമ്മളെ വഴക്ക് പറയുന്നതിനെക്കാട്ടിയും ബെറ്ററാണ് ഒരു ഡിവോട്ടി പറയുന്നത്. ആ ഒരു ഉദാഹരണമാണ് പറഞ്ഞു തന്നത്. അതായത് നമ്മളെ കുറച്ചുകൂടെ ഭക്തിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ചെയ്തത് ഇനി കുറച്ചുകൂടെ തെറ്റ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി, നമ്മളെ കുറച്ചുകൂടെ പ്യൂരിറ്റി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കുക. പിന്നെ ആ ഒരു ഭക്തനും മേ ബി വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഭക്തിയിൽ ഡിവോഷണൽ സർവീസിലുണ്ടാകും. നമുക്ക് നോക്കുമ്പോൾ അവർ 20 വർഷം 25 വർഷം കൊണ്ട് ഉണ്ട് ഭക്തിയിൽ. പക്ഷെ അവർ ഏത് നിലവാരത്തിലാണ്, എത്രയിൽ ഭക്തിയിൽ ഉയർന്നിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് സംസാരിച്ചത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ആ സമയം നമ്മൾ സൈലന്റ് ആവുക. നമ്മൾ തിരിച്ചൊരിക്കലും അവരെ എതിർക്കാൻ പാടില്ല. ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, അവരുടെ അടുത്തും നമ്മൾ പ്രാർത്ഥിക്കുക, പ്രഭു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ തിരുത്താം. കാരണം നമ്മൾ ഡിവോഷണൽ സർവീസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ഉയരാൻ ശ്രമിക്കുക. അപ്പൊ അത് വിഷമമായിട്ട് എടുക്കുക. നമുക്ക് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക, എന്നെ വീണ്ടും ഡിവോഷണൽ സർവീസിന് ഉയർത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. നമ്മൾ തിരിച്ച് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു. ഹരേ ഹാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ഭക്തന്മാർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ഉപദേശാമൃതത്തിൽ പറയുന്നുണ്ട് പ്രഭു, അപരാധം, വൈഷ്ണവ അപരാധം എന്ന് വെച്ചാല് ഒരു മതയാന കാട്ടിൽ ഒരു പൂന്തോട്ടത്തിൽ കേറിയ പൂന്തോട്ടം എങ്ങനെ നശിക്കുമോ അതുപോലെ നമ്മൾ അപരാധം ചെയ്താൽ നമ്മുടെ ഭക്തി അതേപോലെ നശിക്കും എന്നാണ് ഉപദേശാമൃതത്തിൽ പറയുന്നത് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ ഞാൻ ഒരു താങ്ക് യു പറയണമെന്ന് വിചാരിച്ചു. നമ്മുടെ വിനിത മാതാജി ഉണ്ടല്ലോ,
ആ മാതാജി ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാതാജി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മാതാജി താങ്ക് യു. മാതാജി എനിക്ക് ഇന്നലെ കുറെ പോയിന്റ്സും എനിക്ക് പറഞ്ഞു തന്നു. അതിലുള്ള കുറെ പോയിന്റ്സും ഞാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. നമ്മള് ഭഗവാന്റെ കാര്യങ്ങളല്ലേ പ്രഭു ചെയ്യണേ. ഹരേ കൃഷ്ണ. പ്രഭു, താങ്ക് യു എന്റെ മാതാജി. ഒരു സംശയം എന്താണെന്നറിയാമോ? ഇപ്പൊ പ്രഭു പറഞ്ഞില്ലേ വൈഷ്ണവ അപരാധത്തിനെ പറ്റി. മാതാജി പക്ഷെ സംശയമായിട്ട് ചോദിക്കരുത്. ഹരേ കൃഷ്ണ. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കാട്ടോ. എന്താ അറിയാമോ, എനിക്ക് എപ്പോഴും തോന്നാറില്ല നമ്മൾ അങ്ങനെ അപരാധം ചെയ്യരുത്, വൈഷ്ണവര് സീനിയർ ഡിവോട്ടീസ് എന്ന് പറയൂലോ. പക്ഷെ നമ്മുടെ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്റെ ഒരു അനുഭവം കൂടിയാണ്, സീനിയർ ഡിവോട്ടീസ് പലതരത്തിലുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഉണ്ട്, ഉണ്ട്, അവര് ഉണ്ട്. അപ്പൊ നമുക്കതൊരു ചിന്തിക്കണ അപരാധല്ലേ? അല്ല, അപരാധമാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അതൊരു ആ, ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാറില്ല. അല്ല മാതാജി, ഇപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പൊ എനിക്കും ആ പേഴ്സണൽ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ പ്രശ്നം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നതാണ് പറഞ്ഞത്. അത് പക്ഷെ അത് എന്തോ ഞാൻ തെറ്റല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ശരിയാണ് അങ്ങനെ ഒരു ഉപദേശം തന്നിട്ടുണ്ടെങ്കിലും അത് തെറ്റല്ലേ? നമ്മൾ നമ്മുടെ മനസ്സിനെ ഞാൻ തെറ്റുകാരനാന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന തെറ്റല്ലേ? അല്ല മാതാജി, ഇപ്പൊ ആ ഒരു ഡിവോട്ടിയെ നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. മേ ബി നമ്മുടെ വശത്ത് ഇല്ല, തന്നെ അത് ആയിരിക്കും ശരിയാ, അത് 100%. ശരിയാ. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓ, കലിയുഗത്തിന്റെ അങ്ങനെ. പ്രത്യേകതയാണ്. ഈ അങ്ങനെ കലിയുഗത്തിന്റെ ചെയ്യാം അല്ലേ? പ്രത്യേകതയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ആ പ്രശ്ന ഓ, വിമുക്തമായിട്ട് നമുക്ക് ഒരിക്കലും ഡിവോഷണൽ സർവീസ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്, അപ്പം കറക്റ്റ്. ഭഗവാനെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ മാറ്റി കൊടുക്കണേ നമുക്ക് ഭഗവാന്റെ അടുത്ത് ഓ, പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലേ? അത് ശരി. ഓക്കെ അതല്ലേ പ്രഭു, പറഞ്ഞത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പക്ഷെ നമ്മൾ അവിടെ ഒരിക്കലും അവർക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അല്ല, അത് നമ്മൾ ചെയ്യില്ലല്ലോ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക. ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ ഇത് ഹരേ മാറും. കൃഷ്ണൻ തീർച്ചയായിട്ടും മാറ്റിത്തരും എന്നാ പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു പ്രഭു. എനിക്ക് എപ്പോഴും തോന്നാറുണ്ടേ, എവരൊക്കെ ഇങ്ങനെ പറയണിട്ട് ചെയ്യണത് മുഴുവനും തെറ്റാണല്ലോ കൃഷ്ണ. എന്നിട്ട് അതെ, പിന്നെ അതെ. എന്തിനാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് അപരാധം ചെയ്യിക്കണേന്ന് വിചാരിച്ച് മിണ്ടാണ്ട് മാറി നിൽക്കും. എന്നാലും മനസ്സിൽ നിന്ന് അത് പോവാറില്ല. അതുകൊണ്ട് അതെ, അതെ. ചോദിച്ചതാ. അത് കുറച്ച് താങ്ക് യു. ബുദ്ധിമുട്ടുള്ള അതെ, ഒരു അതെ, സാഹചര്യമാണ്. പക്ഷെ അതെ, നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത്. ഭഗവാൻ അതെ, വിചാരിച്ചാൽ എല്ലാം മാറ്റാൻ പറ്റും. അതെ, അതെ. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം വാഞ്ചകൽപതരൂപേഷ കൃപാ സിന്ധുഭ്യോ പ്രധാന ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.